സ്വർണ്ണ തട്ടിപ്പ് കേസിൽ നിർണായകമായ വഴിത്തിരിവ്. ബാംഗ്ലൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും 176 ഗ്രാം സ്വർണം കണ്ടെടുത്ത അന്വേഷണ സംഘം. ഇന്ന് രാവിലെ മുതൽ ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പരിശോധന. ഈ സമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഫ്ളാറ്റിൽ കൊണ്ടുപോയിരുന്നില്ല, മറ്റൊരു ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നത്. ഫ്ളാറ്റിൽ വിശദമായ പരിശോധന നടത്തിയ അന്വേഷണ സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും 176 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തത്. ഇത് ശബരിമലയിൽ നിന്നും കൊള്ള ചെയ്ത സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സ്വർണ്ണാഭരണങ്ങളാണോ എന്ന പരിശോധന ഇനി അന്വേഷണ സംഘം നടത്തും. ഈ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ റെയ്ഡുകൾ നടക്കുകയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലെത്തിച്ച് അവിടെ ചോദ്യം ചെയ്യുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമസ്ഥൻ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള മുതിർന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉടമസ്ഥർ ഈ സംഭവ സ്ഥലത്തുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ ഏറ്റവും നിർണായകമായ മറ്റൊരു കണ്ടെത്തൽ അന്വേഷണ സംഘം നടത്തിയിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ബെല്ലാരിയിലെ സ്പോൺസറായിട്ടുള്ള ഗോവർദ്ധനന്റെ റൊദാം ജുവലറിയിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഈ കേസ്, സ്വർണ്ണപ്പാളി കേസ്, സ്വർണ്ണക്കൊള്ള കേസ് ആരംഭിച്ചത് മുതൽ ഈ ജുവലറി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ തനിക്ക് പങ്കില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടത് പ്രകാരം താൻ സ്വർണം പൊതിയാനായി സഹായിക്കുകയാണ് ചെയ്തതെന്നുമായിരുന്നു ഗോവർദ്ധനന്റെ ആദ്യത്തെ മൊഴി. ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ അമ്പലത്തിൽ വെച്ച് കണ്ട പരിചയമാണ്. പിന്നീട് താൻ ഒരു അയ്യപ്പ ഭക്തനാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു സഹായം ചോദിച്ചപ്പോൾ ഒരു സ്പോൺസറായി താൻ മാറുകയായിരുന്നു എന്നാണ് ഈ ഗോവർദ്ധനൻ അന്വേഷണ സംഘത്തിന് നൽകിയ പ്രാഥമികമായ മൊഴി. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും മുഖവിലക്കെടുക്കാത്ത അന്വേഷണ സംഘം ഗോവർദ്ധനന്റെ ജുവലറിയും പരിസരവും തന്നെ ഇന്ന് രാവിലെ കൃത്യമായി അരിച്ചു പറക്കി. ഈ അന്വേഷണത്തിലാണ് 400 ഗ്രാം തങ്കക്കട്ടി ഈ ജുവലറിൽ നിന്ന് കിട്ടിയത്. ഈ തങ്കക്കട്ടി ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത തങ്കത്തിൽ നിന്നുള്ളതാണോ എന്ന പരിശോധനയാണ് ഇനി നടത്തേണ്ടത്. അതിന് ശാസ്ത്രീയമായ പരിശോധന ആവശ്യമായി വരുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടി ഈ തങ്കപ്പാളിയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു സ്പോൺസറായി ശബരിമല സന്നിധാനത്തെത്തിയ ഗോവർദ്ധനൻ ഒടുവിൽ ഒരു കൊള്ളക്കാരന്റെ പരിവേഷത്തോടു കൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അതിനിർണായകമായ പല നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. ഈ മാസം 30 വരെ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കസ്റ്റഡി കാലാവധി ഉള്ളത്. അതിനുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കണം. അതിനുള്ളിൽ പരമാവധി ഇടങ്ങളിൽ, ഗൂഢാലോചന നടന്ന പരമാവധി ഇടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി എത്തി അന്വേഷണം പൂർത്തീകരിക്കണം. ഇതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പോൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ പ്രധാനപ്പെട്ട നിർണായകമായ റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിലെ ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കുറച്ച് സമയം മുമ്പ് അന്വേഷണ സംഘം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമസ്ഥൻ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളുണ്ട്. ഈ സ്മാർട്ട് ക്രിയേഷനാണ് പ്രധാനമായും സ്വർണ്ണക്കൊള്ളയിലെ ഉറവിടമായി മാറിയിട്ടുള്ളത്. ഈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചിട്ടാണ് 2019 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം വേർതിരിച്ച് ചെമ്പും സ്വർണവുമായി മാറ്റിയത്. പിന്നീട് ഒരു ചെമ്പ് പാളിക്ക് മുകളിൽ സ്വർണ്ണ നിറം പൂശി തിരികെ കൊണ്ട് വയ്ക്കുകയായിരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തന്നെയാണ് 2025 വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിലെ ആ സ്വർണ്ണപ്പാളി, ആ ചെമ്പ് പാളി എത്തിച്ചേർന്നത്. അപ്പോൾ കഴിഞ്ഞ 6-7 വർഷക്കാലമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഇടപെടൽ നടന്ന ഒരു കേന്ദ്രമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷനിലേക്ക് അന്വേഷണത്തിനായി ഇത്ര വേഗത്തിൽ കേരളത്തിലെ അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമസ്ഥൻ പങ്കജ് ഭണ്ഡാരിയെ ഇന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പങ്കജ് ഭണ്ഡാരിയെയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെയും ഒന്നിച്ചിരുത്തിയായിരിക്കും ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൂടുതൽ വമ്പന്മാരിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ 2ാം പ്രതിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവിനെ കുറിച്ചുള്ള കൂടുതൽ തെളിവുകളും രേഖകളും കൂടുതൽ വിവരങ്ങളും പുറത്തു വരികയാണ്. മുരാരി ബാബു 2019 ശേഷം പെരുന്നയിൽ ഒരു വീട് വയ്ക്കുന്നു. ആ വീടിന് ചിലവായത് 2.5 കോടിയോളം രൂപ. കൊട്ടാര സമാനമായ, മണിമാളികയ്ക്ക് സമാനമായ ഒരു വീടാണ് ഈ കാലയളവിൽ മുരാരി ബാബു പെരുന്നയിൽ ഉണ്ടാക്കിയത്.
ദേവസ്വം ബോർഡിൽ കേവലം ഒരു വാച്ചറായി ജോലിയിൽ പ്രവേശിക്കുകയും പിന്നീട് 30 വർഷക്കാലത്തിനിടയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവിയിലെത്തുകയും ചെയ്ത ഉയർച്ചയാണ് മുരാരി ബാബുവിൻ്റേത്. ഇതിന് CPM-ന്റെ പിന്തുണ, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പിന്തുണ തുടങ്ങിയവ മുരാരി ബാബുവിന് വേണ്ടുവോളം ഉണ്ടായിരുന്നു. 2018 സ്ത്രീ പ്രവേശനം, ശബരിമല സന്നിധാനത്തേക്ക് കനകദുർഗയും അതുപോലെ ബിന്ദു അമ്മണിയും പ്രവേശിച്ചതിന് ഒത്താശ ചെയ്തത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണെന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇതിനുള്ള പ്രതിഫലമായി കൂടുതൽ പ്രൊമോഷനുകളും കൂടുതൽ സഹായങ്ങളും ഇടതു സർക്കാർ മുരാരി ബാബുവിന് ചെയ്തു നൽകി. അതേസമയം CPM-ന്റെ വിശ്വസ്തനാകുന്നതിനൊപ്പം തന്നെ NSS-ന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഇഷ്ടത്തോഴനായും മുരാരി ബാബു മാറി. അതോടുകൂടി ഭാര്യയ്ക്ക് NSS-ൽ ജോലി ലഭിച്ചു. പെരുന്ന NSS കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റായി. അങ്ങനെ NSS-ലും അതുപോലെ ദേവസ്വം ബോർഡിലും വലിയ പദവികളിൽ വിരാജിക്കുമ്പോഴാണ് അയ്യപ്പ ശാപം എത്തിയത് മുരാരി ബാബുവിനെ തേടി. ഉടൻ തന്നെ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നു. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനപ്പെട്ട സൂത്രധാരനായ മുരാരി ബാബുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം പെരുന്നയിലെ മുരാരി ബാബുവിൻ്റെ വീട്ടിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം അന്തം വിട്ടുപോയി. തേക്ക് കൊണ്ട് തീർത്ത ഒരു മണിമാളിക, ശബരിമലയിലെ കൊള്ള മാത്രമല്ല തിരുനക്കര ക്ഷേത്രത്തിലെയും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെയും ഒക്കെ അറ്റകുറ്റപ്പണികൾക്കായി തേക്ക് കൂപ്പുകളിൽ നിന്ന് വാങ്ങിയും വലിയ വെട്ടിപ്പാണ് മുരാരി ബാബു നടത്തിയത്. പല ക്ഷേത്രങ്ങളിലെയും കൊടിമരത്തിന് വേണ്ടി വാങ്ങിയ തേക്ക് സ്വന്തം വീട്ടിലെ പണികൾക്കായി മുരാരി ബാബു ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനപ്പെട്ട തലകളിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലും മുരാരി ബാബുവിലും ഗോവർദ്ധനിലും അത് നിൽക്കില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകൾ.